നമസ്കാരം, ഞാൻ സ്റ്റാലിൻ ദേവൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വഖഫ് ആക്ട് 1995 ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ചെയ്തത്. അതിന് എനിക്ക് ലഭിച്ച പ്രതികരണം വളരെ തൃപ്തികരമായിരുന്നു. അതിന് ഞാൻ എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് കണ്ടേക്കണം. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ. എൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്, ഭാവിയിൽ നിങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസിനെ പറ്റി അറിയുകയാണെങ്കിൽ ആ വസ്തു ഒരു വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായി കഴിയണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് ഇതിൽ കൂടി കടന്നു പോകുന്നത്. കാരണം ഒരു അരമണിക്കൂറിനകത്ത് തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല പ്രധാനപ്പെട്ട പോയിൻറ്റുകളും വിട്ടുകളയേണ്ടി വരും. അതുകൊണ്ടാണ് പല എപ്പിസോഡായിട്ട് ഞാനിതെടുക്കാം എന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ ഞാൻ നടത്തിയപ്പോൾ നമ്മുടെ വഖഫുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ വിട്ടുപോയി എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപക്ഷെ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം. അത് വഖഫ് എന്ന് പറയുന്നത് ഒരു അറബി വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റോപ്പേജ് എന്നൊക്കെ പറയാം. അതായത് ആ വസ്തു, ആ ഒരു വഖഫ് പിന്നെ മൂവ് ചെയ്യത്തില്ല. അതായത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് പെട്ട് വന്നിരുന്ന ഒരു വസ്തു, പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന ഒരു വസ്തുവിനെ ഒരു മുസ്ലിം മതവിശ്വാസി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് പിന്നെ ഒരു കാലത്തും മൂവ് ചെയ്യില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇതിന് വഖഫ് എന്ന പേര് വന്നത്. അത് പിന്നെ ആർക്കും കൈവശപ്പെടുത്താൻ പറ്റില്ല. അത് അള്ളാഹയുടെ പേരിൽ തന്നെ നിലനിൽക്കുന്നത് ആണ്. ഈ ഒരു പോയിൻ്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അടുത്തതായിട്ട് നമ്മൾ ഈ വഖഫുകളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അന്ന് ഞാൻ പ്രൈവറ്റും പബ്ലിക്കും എന്താണെന്നാണ് പറഞ്ഞത്. ഇനി മറ്റൊരു വിധത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അതായത് മുസ്ലിം മതത്തിൽ തന്നെ പല ഉപവിഭാഗങ്ങളുമുണ്ട്. സുന്നി, ഷിയ, അങ്ങനെയുള്ള, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ഒരുപാട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്, സബ് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഒരു സുന്നി മുസ്ലിം ആണ് ഒരു വഖഫ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഒരു സുന്നി വഖഫായി തുടരും. അതല്ല ഒരു ഷിയ മുസ്ലിമാണെങ്കിൽ അതൊരു ഷിയ വഖഫ് ആയിരിക്കും. അപ്പോൾ അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം. ഞാൻ ഇവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിന് മാത്രമേ ഒരു വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഈ വഖഫ് ആക്റ്റിൽ പറയുന്നത് ആർക്ക് വേണമെങ്കിലും വഖഫ് ഉണ്ടാക്കാം എന്നാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. മുസ്ലിം മത പണ്ഡിതന്മാർക്കും അതിനോട് യോജിപ്പ് കാണും എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം സപ്പോസ് ഞാനൊരു ഹിന്ദുവാണ്. ഞാനൊരു ബ്ലേഡ് കമ്പനി തുടങ്ങി അനധികൃതമായി പാവങ്ങളിൽ നിന്നൊക്കെ പലിശ പിഴിഞ്ഞെടുത്ത് അതുകൊണ്ട് ഒരു വസ്തു വാങ്ങി. ആ വസ്തു വച്ച് ഞാൻ ഒരു വഖഫ് സൃഷ്ടിച്ചാൽ അതൊരു വഖഫ് ആകുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ചോദ്യം. അപ്പോൾ ഒരാൾ ഉണ്ടാക്കുന്ന ആ പ്രോപ്പർട്ടി ശരിയായ രീതിയിൽ സമ്പാദനം നടത്തി നേടിയെടുത്ത ഒരു വസ്തു ആയിരിക്കണം. രണ്ടാമത്, ഒരു വഖഫ് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഉടമസ്ഥത ഉള്ള വസ്തു മാത്രമേ വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയൂ. അല്ലാതെ മറ്റൊരാളുടെ ഉടമസ്ഥതയുള്ളൊരു വസ്തുവിൽ ഒരു വ്യക്തിക്ക് വഖഫ് ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഒരു വഖഫ് എന്ന് പറയുമ്പോൾ 3 ഘടകങ്ങളാണുള്ളത്. 1, ഉണ്ടാക്കുന്നയാൾ. 2, അതിൻ്റെ ആദായം എടുത്ത് അനുഭവിക്കേണ്ട ഗുണഭോക്താക്കൾ. ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിന്ന് ഈ വസ്തു കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലി. ഈ 3 പേരും കൂടി ചേരുമ്പോഴാണ് ഒരു വഖഫ് ഉണ്ടാകുക.
അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ഈ പറഞ്ഞ വഖഫിനെ സംബന്ധിച്ച 2 വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമല്ലേ നമുക്കൊരു വഖഫാണോ അല്ലയോ എന്നറിയാൻ പറ്റൂ. അതായത്, ആരാണ് ഈ വഖഫ് ഉണ്ടാക്കിയത്, അദ്ദേഹം എന്തു തരത്തിലുള്ള മുസ്ലിം മതം അനുശാസിക്കുന്ന പ്രകാരമുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റിവെച്ചത്. ഈ 2 കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ അതൊരു വഖഫായി നമുക്ക് കണക്കാക്കാൻ കഴിയൂ. അതായത്, ഒരു വഖഫിന് മെയിൻലി 3 ഘടകങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റ് എന്നതുപോലെ 3 ഘടകങ്ങളുണ്ട്. അതായത്, ഉണ്ടാക്കിയ ആൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി, ആർക്ക് വേണ്ടി ഉണ്ടാക്കി, ഈ 3 ഡീറ്റെയിൽസും കിട്ടിയാൽ മാത്രമേ അതൊരു വഖഫാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ വഖഫ് ബോർഡുകൾ ഏറ്റെടുക്കുന്ന വസ്തുക്കൾ അവർ പറയുന്നത് 2000 വർഷം മുമ്പും 1500 വർഷം മുമ്പും ഒക്കെ വഖഫായി മാറ്റിയ വസ്തുവാണെന്നാണ്. ആരാണ് ഉണ്ടാക്കിയതെന്നോ, ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നോ, എന്ത് പർപ്പസിനാണ് വേണ്ടി ഉണ്ടാക്കിയതെന്നോ, എങ്ങനെയാണ് 2000 വർഷത്തിന് മുമ്പുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ആർക്കെങ്കിലും പറയാനോ ക്ലെയിം ചെയ്യാനോ പറ്റുക? ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങളുടെ വസ്തു വഖഫ് ബോർഡ് ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അവിടെ ആ വസ്തു ഒരു വഖഫ് വസ്തു ആണ് എന്ന് തെളിയിക്കുന്ന യാതൊരു വിധത്തിലുള്ള രേഖകളും പ്രൊഡ്യൂസ് ചെയ്യാൻ വഖഫ് ബോർഡിന് യാതൊരു ബാധ്യതയും ഇല്ല. അപ്പോൾ പാവം പിടിച്ച നിങ്ങൾക്ക് എന്താണ് തെളിയിക്കാൻ കഴിയുക? നിങ്ങൾ പണ്ട് നിങ്ങളെ പ്രമാണത്തിൻ്റെ കോപ്പി, മുന്നാധാരം, കരമടച്ച രസീത്, എൻകംഫറൻസോ അങ്ങനെയൊക്കെ കൊണ്ടുപോയി, സാർ ഇതെൻ്റെ കൈവശത്തിലിരിക്കുന്ന വസ്തുവാണ് ഇത്ര നാളായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ അതിനൊന്നും യാതൊരു വിലയില്ല. നിങ്ങളുടെ ആ വസ്തു നിങ്ങളുടേതാണ് എന്നല്ല തെളിയിക്കേണ്ടത്, ഇതൊരു വഖഫല്ല എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് 2000 വർഷത്തിന് മുമ്പ് ഇത് ഒരാൾ വഖഫായി പ്രഖ്യാപിച്ചിരുന്നു എന്ന് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ തെളിയിക്കേണ്ടത് 2000 വർഷം മുമ്പ് ആ വ്യക്തി ഇതൊരു വഖഫ് ആയി പ്രഖ്യാപിച്ചില്ല എന്നാണ്. എന്നെങ്കിലും ആർക്കെങ്കിലും കഴിയുന്ന ഒരു കാര്യമാണോ അത്? അപ്പോൾ സ്വാഭാവികമായിട്ടും വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധി എന്തായിരിക്കും? കാരണം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനും യാതൊരു വിലയില്ല. നിങ്ങളുടെ ഡോക്യുമെൻ്റെല്ലാം റവന്യൂ നിയമപ്രകാരം ഉള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അതിനൊക്കെ അവിടെ പുല്ല് വിലയാണുള്ളത്. നിങ്ങൾ തെളിയിക്കേണ്ടത് 2000 വർഷം മുമ്പ് ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചില്ല എന്ന് കാണിക്കാനുള്ള രേഖയാണ്. ഒരിക്കലും മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല ഈ വഖഫ് ട്രിബ്യൂണലിലും മറ്റും ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വഖഫ് എന്താണെന്ന് മനസ്സിലായി. വഖഫ് ഒരു നല്ല കാര്യമല്ലേ? യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയായ ഒരു മുസ്ലിം അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ മുമ്പായിട്ട് തൻ്റെ വസ്തുക്കളിൽ ഒരു ഭാഗം താൻ മരിച്ച ആ സമൂഹത്തിലെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് വളരെ ധന്യമായ ഒരു നടപടിയാണെന്നാണ് എനിക്ക് അഭിപ്രായം. നല്ല നടപടിയാണ്. അപ്പോൾ നമ്മൾ ഈ വഖഫ് എന്ന് പറയുന്ന ആ വാക്കിനെ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ എതിർക്കുന്നത് എന്താണ്? നമ്മൾ എതിർക്കുന്നത് ഈ ആക്റ്റിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച ഇന്ത്യൻ സർക്കാരിനെയാണ്. ആദ്യം 1954 നെഹ്റു, പിന്നെ വന്നിട്ട് രാജീവ് ഗാന്ധി, പിന്നെ വന്നിട്ട് നരസിംഹറാവു, പിന്നെ ഇലക്ഷന് മുമ്പായിട്ട് 2013 മൻമോഹൻ സിംഗ്. ഇവരൊക്കെയാണ് കാലാകാലങ്ങളിൽ ഈ വഖഫ് ബോർഡിന് ഒരു വലിയ രീതിക്കുള്ള അധികാരങ്ങൾ, ആരുടെ വസ്തുവിലും കടന്നു കയറാനുള്ള അധികാരങ്ങൾ ചാർത്തി കൊടുത്തത്. എങ്കിൽ തന്നെയും വഖഫ് ബോർഡ് എന്ത് ചെയ്യണം?
അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ ഈ അധികാരങ്ങൾ വച്ചിട്ട് വസ്തുക്കൾ അവരുടെ വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ചു കൊണ്ടേ ഇരിക്കുന്നു. 1995 വഖഫ് ആക്ട്, ഇപ്പോഴത്തെ വഖഫ് ആക്ട് നിലവിൽ വന്നപ്പോൾ ഏകദേശം 4.5 ലക്ഷം ഏക്കർ വസ്തുവാണ് അവർക്കുണ്ടായിരുന്നത്. സച്ചാർ കമ്മിറ്റി 2006 സച്ചാർ കമ്മിറ്റി പ്രകാരം അത് വന്നിട്ടൊരു 6.5 ലക്ഷം ആയിട്ട് മാറി. പിന്നെ എനി പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് വഖഫ് എന്നും കൂടെയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 9.5 ലക്ഷം ഏക്കറായി മാറി. ഈ പീരീഡിനകത്ത് ഇത്രയും ആൾക്കാർ പുതിയതായി വഖഫുകൾ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ എൻ്റെ അറിവിൽ ഇതുവരെയും ആരെങ്കിലും ഒരു വഖഫ് ഉണ്ടാക്കി ആയിട്ട് എൻ്റെ അറിവിലില്ല. ഏതായാലും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി? അതായത് ഭരണഘടനാ വിരുദ്ധമായ അധികാരങ്ങൾ വഖഫ് ബോർഡിന് ചാർത്തി കൊടുക്കുകയും വഖഫ് ബോർഡ് അത് ആർബിട്രറിലി യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ വലിപ്പം കൂടി വരുന്നത്. ഇന്ന് വന്നിട്ട് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിനും ഇന്ത്യൻ റെയിൽവേക്കും പുറകിലായിട്ട് മൂന്നാമത്തെ വസ്തു ഉടമസ്ഥനായിട്ട് വഖഫ് ബോർഡ് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഈ വഖഫ് ആക്ടിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധം ആണ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നും കൂടെ എനിക്ക് പറയാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നൊരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ ഭരണഘടനയെക്കുറിച്ചിട്ട് ചെറിയ ഒരു അറിവെങ്കിലും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങളുടെ ഭരണഘടനയെക്കുറിച്ചുള്ള അജ്ഞതയാണ്. നമ്മുടെ ഭരണഘടനയുമായിട്ടുള്ള ബന്ധം രണ്ട് കാര്യങ്ങളിലേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് ജനഗണമന നേരെ പാടാൻ കഴിയാത്ത മുൻ ഡെപ്യൂട്ടി സ്പീക്കർമാരെ ഒക്കെ ഇവിടെ ഉള്ളതാണ്. അവരൊക്കെയാണ് ഭാവിയിൽ മന്ത്രിമാരും ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ട ആൾക്കാർ. അടിയിൽ നിന്ന് മുകളിലോട്ടാണ് ജനഗണമന ആലപിക്കുന്നത്. പിന്നെ പറയും അത് തെറ്റിപ്പോയതാണ്, ബൈ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേശീയ ഗാനത്തെ എന്തുമാത്രം കരുതലോടെയാണ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആ ഒരു പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഒരു സിനിമാ പാട്ടിൻ്റെ സ്ഥാനം മാത്രമേ അദ്ദേഹം അതിൽ കൊടുത്തിട്ടുള്ളൂ. സിനിമാ പാട്ട് ചിലപ്പോൾ നമ്മൾ പാടാൻ തെറ്റിപ്പോകും. പക്ഷേ കൊച്ചിലേ തൊട്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ പാടി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ജനഗണമന ഒരിക്കലും ഒരു ദേശസ്നേഹിക്ക് തെറ്റില്ല. രണ്ടാമതായി, നമ്മുടെ രാജ്യത്ത് 10,000 ആൾക്കാരുണ്ട് നമ്മുടെ ദേശീയ പതാക കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരായിട്ട്. ഈയിടയ്ക്ക് ഒരു ബഹുമാനപ്പെട്ട മന്ത്രി തൻ്റെ പ്രസംഗത്തിനിടയിൽ ഭരണഘടനയിലെ അത്രയും കുന്തവും കുടച്ചക്രവും ആണെന്ന് വിളിച്ചു പറയുകയും അത് കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കുറേ പൗരന്മാരെ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഭരണഘടനയെ സംരക്ഷിക്കും എന്നും പറഞ്ഞിട്ട് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെ ഒരു ചങ്ങലയോ മറ്റോ കെട്ടിയിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയാവുന്നത് കണ്ടു. അവിടെ ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം വായിച്ചു കൊടുത്ത എല്ലാവരും അത് നോക്കിയാണ് വായിച്ചത്. കാരണം ആർക്കും അത് കാണാതെ അറിയില്ല. അപ്പോൾ കൈയൊക്കെ നീട്ടിപ്പിടിച്ച് അത് ഏറ്റുചൊല്ലിയ ആൾക്കാർ ആ ഒരു ചടങ്ങ്, ഞാൻ ഒരു ചടങ്ങ് കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ 1 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം എന്താണെന്ന് മറന്നു കാണും. ഇന്ന് അവർക്കാർക്കും അതിൽ ഒരു വ്യക്തിക്ക് പോലും അത് കാണാതെ പറയാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം അല്ല. നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ജനാധിപത്യവും റിപ്പബ്ലിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനാധിപത്യത്തിൽ വന്നിട്ട് ഉള്ളൊരു സർക്കാരാണെങ്കിൽ അവർക്ക് പിന്നെ എന്തും ചെയ്യാം. അവർക്ക് വന്നിട്ട് പിന്നെ ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്.
ജനങ്ങളുടെ ഇഷ്ടത്തിന് അനുകൂലമായ വിരുദ്ധമായ ഒരു ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാമല്ലോ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ദർ ഇസ് നോ കൺട്രോൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റിപ്പബ്ലിക്, അത് റിപ്പബ്ലിക് ആവുമ്പോൾ നമ്മുടെ ഭരണത്തെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരത്തിൽ മാത്രമേ നമ്മുടെ സർക്കാരിന് ചലിക്കാൻ കഴിയൂ. അതാണ് ഒരു ജനാധിപത്യവും മാത്രമുള്ള ഒരു രാജ്യവും റിപ്പബ്ലിക്കായ ഒരു രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. റിപ്പബ്ലിക്കിൽ എപ്പോഴും ഒരു ഭരണഘടന മസ്റ്റാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഹെഡ് ഓഫ് ദി നേഷൻ, നമ്മളെ കാര്യത്തിൽ അത് പ്രസിഡൻ്റാണ്. ഇത് രണ്ടും ഉള്ളതാണ്. അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് പറയാനുള്ളത്, 1960 കാലഘട്ടങ്ങളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 24, 25, 29 എന്നീ ഭരണഘടന അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നായിരുന്നു. 24 എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ, പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെ റിവ്യൂ ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അവകാശങ്ങളെ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 25-ാമത്തെ അമെൻമെൻറ്റിൽ ഉദ്ദേശിച്ചത് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. 29-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പാർലമെൻറ്റിന് വേണമെങ്കിൽ ഏത് രീതിക്കും ഇന്ത്യൻ ഭരണഘടനയെ അമെൻഡ് ചെയ്യാം എന്നുള്ള വ്യവസ്ഥയായിരുന്നു. ഇതിനെ ഒക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു മലയാളി നമ്മുടെ കേരള സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ തുടങ്ങിയ ഒരു കേസ് അവസാനം സുപ്രീം കോടതിയിൽ അവസാനിക്കുകയുണ്ടായി. ഇന്ത്യൻ ജുഡീഷ്യൽ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു കേസാണത്. കാരണം ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 13 ജഡ്ജിമാർക്ക് ഇരുന്ന് കേട്ട് വിധി പറഞ്ഞ ഒരു ജഡ്ജിമെൻ്റ് ആണ് അത്. അതിലൂടെയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, അതായത് അടിസ്ഥാന ഘടനാ സിദ്ധാന്തം സുപ്രീം കോടതി നിലവിൽ വരുത്തിയത്. സുപ്രീം കോടതി അതിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും എടുത്തു കാട്ടി. അതായത് ഭരണഘടനാ പ്രകാരമുള്ള ജുഡീഷ്യറി എപ്പോഴും സ്വതന്ത്രമായിരിക്കും. അതിന് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ തോന്നും പോലെ പരിഷ്കരിച്ച് കുറയ്ക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഡയറക്ഷൻസോട് കൂടിയാണ് ആ ജഡ്ജ്മെൻറ്റ് 1973 ഏപ്രിൽ മാസം 24-ാം തീയതി പാസ്സാക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, പാർലമെൻറ്റിലൊക്കെ ഇരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെൻറ്റേറ്റീവുകളെ അവർ റെസ്പോൺസിബിലിറ്റിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കും എന്ന് നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഏകദേശം 50 കൊല്ലം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞാണ്. എന്താണ്? നിങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന ആൾക്കാരെ അവർ ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ കർത്തവ്യം നിർവഹിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് സുപ്രീം കോടതിയുടെയെങ്കിലും ഒരു കണ്ണ് അവരുടെ മേൽ വേണം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പല ഭരണകർത്താക്കളും ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ആണെന്നും രവീന്ദ്രനാഥ് ടാഗോർ ആക്ച്വലി ജനഗണമന എഴുതിയത് നേരെ തിരിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വഖഫ് ആക്ടിൻ്റെ ജനസിസിനെക്കുറിച്ച്, ആരംഭത്തിനെക്കുറിച്ചിട്ടാണ്. ആര് എന്തിനു വേണ്ടിയാണ് വഖഫ് ആക്ട് കൊണ്ടുവന്നത്? 1954 ജവഹർലാൽ നെഹ്റുവാണ് വഖഫ് ആക്ട് ആദ്യമായിട്ട് നിലവിൽ വരുത്തിയത്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടീഷൻ്റെ സമയത്ത്
ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ഒഴുകുകയുണ്ടായി. ആ യാത്ര എന്ന് പറയുന്നത് ഗാന്ധി സിനിമയിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ തീവ്രത ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സീനൊന്നും ആയിരുന്നില്ല. നിങ്ങൾ തന്നെ കണ്ണുടച്ചൊന്ന് ആലോചിച്ചു. ഒരു സുപ്രഭാതത്തിൽ തലമുറകളായി ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ കാളവണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കയറ്റി കുട്ടികളെയും എടുത്ത് നിലാരംഭരായിട്ട് അവർ പാകിസ്ഥാനിലേക്ക് പോകുക. അതുപോലെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും വരുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച സംഘർഷങ്ങൾ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. അവർ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഉള്ള ശിക്ഷയാണ് അവർക്കത് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിതുവരെ പഠിച്ചു എന്താണ് ഒരു വഖഫ്. ഒരു യഥാർത്ഥ മുസ്ലിം വിശ്വാസി സന്തോഷത്തോടെയും സ്വമേധയായും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഭാഗം കുറച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അള്ളാഹുവിൽ സമർപ്പിക്കുന്നതാണ് വഖഫ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈശ്വരനെയും പഴിച്ച് സ്വന്തം വിധിയെയും പഴിച്ച് കൈ കിട്ടിയതും വാരിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിയ മുസ്ലിം സഹോദരങ്ങൾ എന്ന് തന്നെ പറയും. മുസ്ലിം സഹോദരങ്ങൾ ഈ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് സന്തോഷപൂർവ്വവും ഭക്തിപൂർവവുമായിട്ട് അവരുപേക്ഷിച്ച് പോകുന്ന വസ്തുക്കൾ അള്ളാഹുവിൽ ഒരു വഖഫായി സമർപ്പിച്ചിട്ടാണ് പോയത് എന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. ആ ഒരു കാര്യം ഉദ്ദേശിച്ചു പോലും കാണില്ല. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരുടെ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇവിടെ നിന്നും അങ്ങോട്ട് പോയ മുസ്ലിം സഹോദരന്മാർക്ക് വിധിച്ചു കൊടുത്തു. സർക്കാർ ഏറ്റെടുത്തിട്ട് വിധിച്ചു കൊടുത്തു. അതേസമയം ഇവിടെ ഉള്ള മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ വസ്തുക്കൾ പാകിസ്ഥാനിൽ നിന്നും വന്ന ഹിന്ദുക്കൾക്കോ മറ്റു മതക്കാർക്കോ കൊടുത്തില്ല. അതിന് പകരം കംപ്ലീറ്റ് വസ്തുക്കളും സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ സർക്കാരിന് ഇത് ഒരു വഖഫായി പ്രഖ്യാപിക്കണം. സാധ്യമാണോ? അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആദ്യം വഖഫ് എന്താണെന്ന് പറഞ്ഞത്. ഒരു സർക്കാരിന് വഖഫ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നെഹ്റു എന്ത് ചെയ്തു? ഒരു വഖഫ് ആക്റ്റും കൊണ്ടുവന്നിട്ട് ഒരു വഖഫ് ബോർഡിനെ അങ്ങ് കൊണ്ടുവന്നു, നിലവിൽ വരുത്തി. എന്നിട്ട് ഈ വസ്തുക്കളെല്ലാം കൂടി വഖഫ് ബോർഡിനെ കൊടുത്തു. അത് വഖഫ് ആകുമോ? എൻ്റെ കോമൺ സെൻസും ഞാൻ ഈ പഠിച്ചതും വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് ക്യാൻ നെവർ ബി എ വഖഫ് അക്കോർഡിംഗ് ടു ദ മുസ്ലിം ലോ. ആ വസ്തുക്കളൊക്കെ ശപിക്കപ്പെട്ട വസ്തുക്കളായിരുന്നു. ആൾക്കാർ ശാപം ചുരിഞ്ഞ് കണ്ണീരോടുകൂടി നനച്ചിട്ട് ഇട്ടിട്ട് പോയ വസ്തുക്കളായിരുന്നു ആ വസ്തുക്കൾ. ദേ ക്യാൻ നെവർ ബി എ വഖഫ്. അതാണ് ഇന്ത്യയിലെ വഖഫിൻ്റെ ചരിത്രം. അവിടെ വഖഫ് ബോർഡിൻ്റെ ചരിത്രം അല്ലെങ്കിൽ വഖഫ് ആക്ടിൻ്റെ ചരിത്രം അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ വഖഫ് ആക്ട് പ്രകാരം പലയിടത്തും പല വ്യക്തികളും ഉണ്ടാക്കുകയും ഇതുപോലെയൊക്കെ ഉള്ള പല പീസ് ഓഫ് ലാൻഡ്, മെയിൻലി ഇമ്മൂവൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ അവരുടെ ഭരണം കൃത്യമായി നടത്തുന്നുണ്ടോ, മുത്തവല്ലി സെറ്റിലർ പറഞ്ഞത് പ്രകാരം നടത്തുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഓരോ സ്റ്റേറ്റിനും ഓരോ വഖഫ് ബോർഡുകൾ വരുന്നു. ഇതിൻ്റെ ഒക്കെ ഏകീകരണത്തിനായി ഒരു വഖഫ് കൗൺസിലും നിലവിൽ വരും. അപ്പോൾ നെഹ്റു വഖഫായി പ്രഖ്യാപിച്ചു കൊടുത്ത ആ വസ്തുക്കൾ ആര് എന്ന് ഉണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് പറയാൻ ഇന്നത്തെ ഇന്ത്യയിലെ ഓരോ കോൺഗ്രസ്സുകാരനും ബാധ്യസ്ഥരാണ്. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല. എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എതിർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി തുടർന്നുള്ള ഒരു 3-4 എപ്പിസോഡിൽ കൂടി മാത്രമേ ഇത് കംപ്ലീറ്റ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ എൻ്റെ ചാനലിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇവിടെ വച്ച് ഈ ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.